അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നാ കരിമീൻ കറിയാണ് കേട്ടോ ഇത്. കരിമീൻ കറിയുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല കറിയുണ്ടല്ലോ. ഇതുണ്ട കൊടംപുളിയിട്ട് വെച്ച കുറുകുറ ചാറുള്ള കറിയാണ്. പിന്നെ ഇത് കോവയ്ക്കയും ചെമ്മീനും കൂടിയുള്ള മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ ഒരു മീൻ കറി വെക്കാൻ പോകാട്ടോ. കൊടംപുളിയിട്ടാണ് വെക്കുന്നത്. തേങ്ങയും മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്തിരി ഇഞ്ചിയും ഉള്ളിയും കൂടി അരച്ച അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചുള്ള ഒരു കറിയാണ്. കരിമീനാണ്, അധികം വലുതല്ല, ചെറിയ ടൈപ്പ് കരിമീനാണ്. 1-2 വലുതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് എണ്ണ കാഞ്ഞ് അല്പം ഉലുവ പൊട്ടിക്കാം. അപ്പോൾ കുറച്ച് ഉള്ളി ഞാൻ പീരയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത്തിരി കുറച്ച് ഉള്ളി കൂടി ചേർക്കാം. ഇത് ചതച്ചതാണ്. വെളുത്തുള്ളി ചേർക്കാം, ഇഞ്ചി ചേർക്കാം, ചതച്ച് തന്നെയാണ് എടുത്തേക്കണത്. ചതച്ച് ചേർക്കുമ്പോഴാണ് ആ കറിക്ക് രുചി വരണത്. അതിൻ്റെ ആ നീരൊക്കെ ഇറങ്ങുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് വരണത്. കട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് തന്നെ ഇടണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കുടപ്പുളി തന്നെയാണ് ഇന്നും എടുത്തേക്കണത്. മാങ്ങ എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ, ചെറുതാണ്, ഇത് തയ്യുമെന്ന് തോന്നണില്ല. ഇതിലേക്ക് എരിവുള്ള 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഒപ്പം കുടംപുളി ഇട്ട് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചച്ചവ ഒന്ന് മാറട്ടെ. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഒപ്പം കുടംപുളി ഇപ്പോൾ ഒരുവിധം റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻ പെട്ടെന്ന് വേവും, അത് കാരണം അധികം ചാറ് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഇനി ഇതൊന്ന് തിളക്കണം, വെട്ടി തിളക്കട്ടെ. എന്നിട്ട് മീനിട്ട് കൊടുക്കാം. തിളക്കട്ടെ. അപ്പോൾ നമുക്ക് ചാറൊക്കെ തിളച്ചാന്ന് നോക്കാം. ചാറൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിരിക്കുകയാണ്. ഇനി മീനിട്ട് കൊടുക്കാം. തിളച്ചിട്ടിപ്പോൾ ഒരു 5-6 മിനിറ്റോളം ആയിട്ടോ. അപ്പം മീനിതാണ്. മീനങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. തിളച്ചൊരു 6 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. അപ്പം നമ്മുടെ മീൻ കറി ഒന്ന് നോക്കാം. തിളച്ചിട്ട് ഇപ്പോൾ ഒരു 7-8 മിനിറ്റ് ആയിട്ടോ. എത്ര മതി, മീനിന് അധികം വേവില്ല. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച കരിമീൻ കറി റെഡിയായി. ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ചാറ് നല്ല കുറുകുറ ചാറായിരിക്കും, മല്ലിപ്പൊടിയൊക്കെ ചേർത്തേക്കണമുണ്ട്. അപ്പോൾ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ കോവയ്ക്കയാണ്. കോവയ്ക്ക ഒരല്പം ചെമ്മീനും കൂടി ഇട്ട് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് എണ്ണ കാഞ്ഞ് കടുക് പൊട്ടിച്ചു. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഉള്ളി ചതച്ചതും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വാടണം.
ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടട്ടെ. അപ്പോൾ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കിളുന്ത് കോവയ്ക്കായിരുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കോവയ്ക്ക കഴുകി വാരി ആ വെള്ളം തന്നെ ഉണ്ടാവും. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. മൂടി വെച്ച് ഒന്ന് റെഡിയാക്കാം. അപ്പം നമുക്ക് കോവയ്ക്ക നോക്കാം. ഇതിലേക്ക് ഒരു 5-6 ചെമ്മീനുണ്ടായി. 5-6 ഉള്ളൂ. അതങ്ങ് ഇട്ട് കൊടുക്കാം. കുഞ്ഞ് ചെമ്മീൻ. അല്പം കറിവേപ്പില, ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ്. ഒരു 5 മിനിറ്റ് കൂടി മൂടി വെക്കാം. കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായിട്ടാണ്. ഇത്ര മതി. അങ്ങനെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യലായ കോവയ്ക്ക ചെമ്മീനിട്ട് റെഡിയാക്കിയ കറി റെഡിയായി. അപ്പോൾ കഴിക്കാം. അപ്പോൾ വേണ്ടല്ലേ, ഞാൻ തലയുടെ ആളാണ് കേട്ടോ. തല ഉണ്ടാകുന്നാവും. തലയുണ്ട്. ഞാൻ തലയുടെ ആളാണ്. പക്ഷേ കിട്ടിയത് നടുന്നുറുക്കാൻ കേട്ടോ. 2 മീൻ വലുതുണ്ടായി. അപ്പോൾ എനിക്ക് പാത്രത്തിൽ കൂട്ടാനായിട്ട് ഇഷ്ടം. കഴമ്പൊക്കെ ഇങ്ങനെ പാത്രത്തിൽ മുക്കി തിന്നുമ്പോഴുള്ള ആ ടേസ്റ്റ് വെറുതെ ഇങ്ങനെ ചോറിൻ്റെ അരിയിലിട്ട് കൂട്ടുമ്പോൾ കിട്ടുമല്ലോ കേട്ടോ. പിന്നെ കുടംപുളിയിട്ടാണ് വെച്ചേക്കണത്. കുടംപുളിയിട്ട് വെച്ചാൽ നല്ലതാണെന്നാണ് പറഞ്ഞത്. വയറിന് നല്ലത് കുടംപുളിയിട്ട് വെക്കണതാണ്. ഇനി കോവയ്ക്ക നല്ല കിളുന്ത് കോവയ്ക്കായിരുന്നു. അപ്പോൾ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. റേഷനരി ചോറും സാലച്ചേട്ടൻ്റെ കരിമീനും ഒക്കെ കൂടി ഒന്ന് കഴിക്കാം. കുമ്പളിയൊക്കെ പാവമാണ് കേട്ടോ. നന്നാ കുറുകുറാ ചാറാണ്. ഇനി മീനിൻ്റെ കഴമ്പൊന്ന് നോക്കട്ടെ. നല്ല നെയ്യുള്ള മീനായിരുന്നു കേട്ടോ. കോവക്ക അടിപൊളി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. കുത്തരിച്ചോറ്, കരിമീൻ കറി, കോവയ്ക്ക മെഴുക്ക് പുരട്ടി. നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.